യമനിൽ നിന്നുള്ള ആദ്യ മലയാളി സംഘം കൊച്ചിയിലെത്തി. നാവികസേന വിമാനത്തിലാണ് 168 യാത്രക്കാർ കൊച്ചിയിലെത്തിയത്. ഏദനിൽ നിന്നും ജിബൂട്ടി വഴിയാണ് ഇവരെ കൊച്ചിയിലെത്തിച്ചത്. മന്ത്രിമാരായ കെ സി ജോസഫ്, വി കെ ഇബ്രാഹിം കുഞ്ഞ്, കെ ബാബു എന്നിവർ നെടുമ്പാശ്ശേരിയിൽ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. 188 മുതിർന്നവരും 10 കുട്ടികളുമടക്കം 168 യാത്രക്കാരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലിറങ്ങിയ ആദ്യ സംഘത്തിലുണ്ടായിരുന്നത്. ഇതിൽ 140 പേർ മലയാളികളും 18 പേർ തമിഴ്നാട്ടുകാരുമാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിമാനത്താവളത്തിന് പുറത്തെത്തി പ്രിയപ്പെട്ടവരെ കണ്ടതോടെ പലരും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. നാട്ടിലെത്താൻ കഴിയുമെന്ന് കരുതിയതല്ല. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ സഹായം ലഭിച്ചു. എന്നാൽ ശമ്പള കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കാനുണ്ട്. ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും മടങ്ങി വന്നവർ പറഞ്ഞു. ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് ഷിപ്പ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് INS സുമിത്ര, ആ ഷിപ്പാണ് ഞങ്ങളെ വന്ന് വാർഷിപ്പാണ് വന്ന് കൊണ്ടുവന്നത്. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അങ്ങനെ ഞങ്ങൾക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നോർക്കയെ വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല റെസ്പോൺസ് തന്നെ കിട്ടിക്കൊണ്ടിരുന്നത്. വേറെ ഹോസ്പിറ്റലിലുള്ളവർക്ക് പാസ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല, കുറച്ച് പേർക്ക്. അവിടെ അവർക്ക് പോരാൻ പറ്റിയിട്ടില്ല. വിമാനത്താവളത്തിലെത്തിയവരെ വീടുകളിലെത്തിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത്. KSRTCയിലും നോർക്ക ഏർപ്പെടുത്തിയ ചെറുവാഹനങ്ങളുമായി മടങ്ങിയെത്തിയവരെ സൗജന്യമായി വീടുകളിലെത്തിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടവർക്ക് റെയിൽവേയും സൗജന്യ യാത്രാ സൗകര്യം നൽകി. നെടുമ്പാശ്ശേരിയിലെത്തിയ 168 യാത്രക്കാർക്കും അടിയന്തര സഹായമായി നോർക്ക 2000 രൂപ വീതം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൃത്യമായ ഇടപെടലും ഒപ്പം സേനയുൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെയും ഗവൺമെൻറ് ഏജൻസികളുടെയും കൃത്യമായ ഒരുക്കവുമാണ് ഇവരെ നാട്ടിലെത്തിക്കുവാൻ ഇടയാക്കിയത്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ക്യാമറാമാൻ അഭിലാഷ് KS-നൊപ്പം അനിൽ ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി.